ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാരങ്ങ അച്ചാർ റെസിപ്പിയാണ് കാണിക്കുന്നത്. അച്ചാറിന് ആവശ്യമായ നല്ല പഴുത്ത 1 കിലോ ജ്യൂസി ആയിട്ടുള്ള നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആ നാരങ്ങ നിരക്കെ വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്ത നാരങ്ങ നമുക്ക് അച്ചാറിന് ആവശ്യമായ രീതിക്ക് അരിഞ്ഞെടുക്കാം. ഞാനെടുത്ത നാരങ്ങ 4 പീസായിട്ടാണ് അരിഞ്ഞെടുത്തത്. നാരങ്ങ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞെടുത്ത നാരങ്ങ കുറച്ച് ഉപ്പ് തൂകി എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കത്തക്ക രീതിക്ക് കുഴച്ച് ഒന്നൊന്ന് തൊടാതെ ഒരു പാത്രത്തിൽ നിരത്തി 2 ദിവസത്തെ വെയിൽ കൊള്ളിക്കാം. രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ട് ഉണങ്ങിയ നാരങ്ങ കഷ്ണങ്ങൾ അതിൻ്റെ നീരൊക്കെ വലിഞ്ഞ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കാനായി തുടങ്ങാം. ഉണക്കിയെടുത്ത നാരങ്ങ കഷ്ണത്തിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആ പാത്രം ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അച്ചാറിലേക്ക് കായപ്പൊടിയല്ല കട്ടക്കായമാണ് ചേർക്കുന്നത്. ആ കായ ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുത്ത കട്ടക്കായം നമ്മൾ പൊടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. കായം പൊരിച്ചെടുത്ത ആ എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയിലേക്കും വെളുത്തുള്ളിയിലേക്കും പിടിക്കാൻ വേണ്ടിയാണ്. മൂത്ത് കിടക്കുന്ന ഇഞ്ചിയിലേക്കും വെളുത്തുള്ളിയിലേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയായിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നേരത്തെ വാട്ടിയെടുത്ത നാരങ്ങ അരിഞ്ഞെടുത്തപ്പോൾ അതിൽ നിന്നും കുറച്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് പാകമാണോ എന്ന് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വിനാഗിരി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഫൈനലി നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ചിരിക്കുന്ന കായപ്പൊടിയും ലേശം മധുരവും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അച്ചാർ വാങ്ങി വെക്കാം. സ്വാദിഷ്ടമായ അച്ചാർ റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.